ഹലോ, അപ്പോൾ ഇതിൻ്റെ ഷോർട്സ് ഞാൻ മുന്നേ ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്ലോഗ് ഞാൻ ഇടാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് മടിയായി ഇത് ഇടാൻ. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ എഡിറ്റ് ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു. വോയിസ് ഓവർ കൊടുക്കാനാണ് എനിക്ക് ഏറ്റവും മടി. കാരണം എനിക്ക് സൗണ്ടിനൊരു കോൺഫിഡൻസ് കുറവെയോ തോന്നി. അപ്പോൾ ഞാനിതാ രാവിലെ തന്നെ റെഡിയായി എൻ്റെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് ഇപ്പം ഇവിടെ തണുപ്പായതുകൊണ്ട് തന്നെ ക്രീമൊന്നും ഇല്ലാണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നുണ്ട് സ്കിന്നൊക്കെ. പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ വേണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ബാഗിലെടുത്തിട്ടു. അപ്പം ഞാനിത് റെഡിയായി. ഇത് ഞാൻ ഇവിടുന്ന് അജ്മാന്ന് വാങ്ങിച്ച ഒരു 3 കുർത്ത വാങ്ങിയില്ലേ, അപ്പം അതിൽ ഒന്നാണ് ഇത്. ഭയങ്കര നൈസ് തുണി ആയതുകൊണ്ട് തന്നെ ഭയങ്കര സീത്രൂ ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അടിയിലൊരു ഫുൾ സ്ലീവ് ഇന്നർ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനെന്താ ഇവളെ ഫ്ലാറ്റ് വരുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആരെങ്കിലും കാണണ്ടെന്ന് ചോദിച്ച് കണ്ണ് വെട്ടിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. അപ്പോൾ ഇന്ന് അവിടെ എത്തിയ ഉടനെ തന്നെ, ഇന്നല്ല അന്ന് അവിടെ എത്തിയ ഉടനെ തന്നെ എനിക്ക് അവൾ നല്ലൊരു ജ്യൂസ് തന്നു. അടിപൊളി ബീഫ് കട്ട്ലേറ്റ്. എൻ്റെ ഉമ്മ പറയാതിരിക്കാൻ വയ്യ. നല്ലൊരു അടിപൊളി കട്ട്ലേറ്റ് കുറേ നാളായി കഴിച്ചിട്ട്. ഞാൻ വീട്ടിലുണ്ടായപ്പോൾ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കും. അങ്ങനെ കുറേ ആയി കഴിച്ചിട്ട്. അങ്ങനെ ഇന്നാണ് ഞാനൊരു നല്ല കട്ട്ലേറ്റ് കഴിക്കുന്നത്. അതും പേളി ചേച്ചീൻ്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ആസ്വദിച്ച് അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. മൂപ്പർക്ക് ചെറിയൊരു ജലദോഷവും പനിയെല്ലാം ഉണ്ട്. അപ്പം ആളത്ര ഓക്കെ അല്ല. അതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. നല്ലൊരു അടിപൊളി ലഞ്ചും ഉണ്ടായിരുന്നു. ചോറ്, നല്ല ഫിഷ് പൊള്ളിച്ചത്, സലാഡ്, ചിക്കൻ കറി, ചിക്കൻ റോസ്റ്റ്, സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ പിന്നെ നമ്മുടെ ആസിഫ് അലി വൈറലാക്കിയ ഇതില്ലേ അങ്കമാലി മാങ്ങാക്കറി, അതും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ കഴിച്ചു. അടിപൊളിയായിരുന്നു. വെറുതെ അല്ല മൂപ്പരിങ്ങനെ ഓരോന്ന് ഫേമസ് ആക്കുന്നത്. അപ്പോൾ അതും കഴിച്ചു. പിന്നെ നല്ല കൂർക്ക ബീഫ്, അങ്ങനെ കൂർക്ക ബീഫ് പിന്നെ മീൻ പൊള്ളിച്ചാൽ അവർ വാങ്ങിച്ചതാണ്. ചിക്കന് മാത്രമേ അവൾ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തപ്പോഴാണ് നമ്മൾ പ്ലം കേക്ക് ഇന്നെന്താ പറഞ്ഞോടെ ഫുൾ വള്ളി. അപ്പോൾ പ്ലം കേക്ക് കഴിച്ചു. പ്ലം കേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര ഒരു കയ്പ്പ് ഫീലല്ലേ. എനിക്ക് ക്രീമുള്ള കേക്കേ ഇഷ്ടമുള്ളൂ. ഇങ്ങനെ പ്ലം കേക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ കഴിച്ചൊന്നുമില്ല. അവർ ഹസ്ബൻഡും വൈഫും കഴിച്ചു. ഞാൻ ചെറിയൊരു പീസ് എടുത്ത് ടേസ്റ്റ് എനിക്കറിയാം, എന്നാലും ഒന്ന് വെറുതെ ഒരു ഇതിന് വേണ്ടി കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മുടെ ക്ലിനിക്കിൻ്റെ മുന്നിൽ തന്നെ ആയിട്ടാണ് ഈ കാരിഫോർ വരുന്നത്. അപ്പം അതിൻ്റെ ഉള്ളിൽ കയറി എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു, വാങ്ങിക്കാനല്ല. കാരണം എനിക്ക് ഭയങ്കര സ്ട്രെസ് റിലീഫുള്ളൊരു കാര്യമാണ് ഇങ്ങനെ നോക്കി നടക്കാൻ. അങ്ങനെ ഇങ്ങനെ നടന്നു. പിന്നെ നമ്മുടെ മിനിസോ മോമോസോ ആ ഒരു ഷോപ്പിലെല്ലാം കയറി എൻ്റെ മക്കൾ അടിപൊളി ക്യൂട്ട് ഐറ്റംസ്. നമ്മുടെ പെൺപിള്ളേരെ മനസ്സ് തകരുന്നൊരു നിമിഷമാണ്. ഇതൊക്കെ കാണുമ്പം ഇങ്ങനെ മുട്ടും. പക്ഷെ ഞാനൊന്നും വാങ്ങിച്ചില്ല, അങ്ങനെ ഇറങ്ങി. എൻ്റെ ഫ്രണ്ട് പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ഇപ്പം ചെറിയ കുഞ്ഞെല്ലാം വരൂലേ. അപ്പം ഞാനിങ്ങനെ ഡ്രസ്സൊക്കെ ഒന്ന് നോക്കി വെച്ചു. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, എൻ്റെ പൊന്നോ ഭയങ്കര റേറ്റാണ് ഇവിടെ. നമുക്കൊരു 100 ഡ്രസ്സ് വാങ്ങിക്കാം, അത്രയും റേറ്റാണ് ചെറിയ മക്കളുടെ ഡ്രസ്സിനെല്ലാം. പക്ഷേ എനിക്ക് തോന്നുന്നു നല്ല ക്വാളിറ്റിയുള്ള ഡ്രസ്സാണെന്ന് തോന്നുന്നു. എൻ്റെ കണ്ണിൽ ചെറിയ മക്കളുടെ ഡ്രസ്സ് മാത്രമേ കാണുന്നുള്ളൂ. പിന്നെ എനിക്കൊരു മോനായതുകൊണ്ട് തന്നെ ആൺപിള്ളേരുടെ ഡ്രസ്സാണ് ഞാൻ കൂടുതൽ നോക്കിയത്. പെൺപിള്ളേരുടെ ഡ്രസ്സ് അങ്ങനെ നോക്കിയില്ല. പിന്നെ ഇവിടെ ഹാമ്പേഴ്സ് ആയിട്ടും അങ്ങനെ ഇങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഇതെല്ലാം നോക്കി നടന്നു. കാരണം നമ്മുടെ ഈ ഒരു തണുപ്പ് കാലമായതുകൊണ്ട് തന്നെ വിൻ്റർ ക്ലോത്ത്സാണ് അധികം ഉള്ളത്. പിന്നെ ഇങ്ങനെ പഞ്ഞി പോലത്തെ സാഡിൽസും ഇങ്ങനത്തെ എന്താ പറയുന്നൊക്കെ റോംബേഴ്സ്, അത് ഇത് എന്ന് വെക്കേണ്ട കുഞ്ഞുമക്കളൊരു ലോകം തന്നെയാണ് ഇവിടെ. പക്ഷേ പൈസ പറയാതിരിക്കാൻ വയ്യ, ഭയങ്കര റേറ്റാണ്.
നമുക്ക് അടുക്കാൻ പറ്റൂല. ഇതിന് ഈ ഒരു എന്താ എന്തിനു പറയല്, ഇതിന് 700 ദിർഹംസാ 400 ദിർഹംസ് അങ്ങനെ എന്തോ റേറ്റ് വരുന്നുണ്ട്. അങ്ങനെയെല്ലാം നോക്കി നടന്ന് കാണലായിരുന്നു എൻ്റെ ഒരു ഹോബി അന്ന്. അങ്ങനെ ആരും ഇല്ലാലും എനിക്ക് ആരും ഇല്ലാണ്ട് വരാനാണ് ഇഷ്ടം. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോക്കി നടന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ. വാങ്ങിയില്ലെങ്കിൽ എനിക്ക് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്ക് ആരും ഇല്ലാണ്ട് വരാനാണ് ഷോപ്പിങ്ങിന് ഇഷ്ടം. ഇങ്ങനെ കാണാൻ പോകാനൊക്കെ ആൾ വേണമെങ്കിലും ഷോപ്പിങ്ങിന് പോകാൻ എനിക്ക് ഒറ്റയ്ക്കാണ് ഇഷ്ടം. അല്ലെങ്കിൽ ഇങ്ങനെ പോകാം 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 എന്ന് പറഞ്ഞ് ഉണ്ടാവും എല്ലാവരും. അതുകൊണ്ട് അതെനിക്കിഷ്ടമല്ല. എനിക്കിങ്ങനെ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഇങ്ങനെ നോക്കി നടന്ന് ഓരോന്നും അതെടുത്ത് നോക്കി അതിൻ്റെ ഭംഗി നോക്കി അതവിടെ വെച്ച് വേറെ നോക്കി അങ്ങനെയൊക്കെയാണ് എനിക്കിഷ്ടം. എനിക്ക് തോന്നുന്ന ഭൂരിഭാഗം പെൺകുട്ടികൾക്കും ഇതുതന്നെയായിരിക്കും ഇഷ്ടം, എന്നെപ്പോലെ തന്നെ. പിന്നെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വൈറ്റ് സ്ട്രോബെറി കണ്ടത്. ഇതാദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ സ്ട്രോബെറി കണ്ടിട്ടുണ്ട് റെഡ്, പക്ഷെ വൈറ്റ് ഇതാദ്യമായിട്ട്. അങ്ങനെ അതൊരു എന്തോ ഒരു അത്ഭുതം പോലെ. പിന്നെ ഈ ഒരു കോപ്പിക്കോൻ്റെ സെഷനിൽ വന്നേരം എനിക്ക് എൻ്റെ മദർ ഇൻ ലോനെ മിസ്സായി. കാരണം ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കോപ്പിക്കോ. ഇൻഷാ അല്ലാഹ് ഇത് ഉമ്മാക്ക് കൊടുത്തയക്കണം ഒരു ദിവസം. ഉമ്മാക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. പിന്നെ ഇങ്ങനെ കുറേ ബൊക്കകൾ കണ്ടു. നമ്മുടെ അറബ്സും ഭൂരിഭാഗം അവിടുന്ന് ഈ ബൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പം തണുപ്പല്ല, ഞാനൊരു സ്വെറ്റർ നോക്കി. ഈ സ്വെറ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. എല്ലാ ഷോപ്പിലും ഓൾമോസ്റ്റ് ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നു, കാരണം ക്രിസ്മസ് ആയതുകൊണ്ട്. പിന്നെ നേരെ വീട്ടിലേക്കാണ് ഇനി. അതുപോലെ തന്നെ രാത്രിയായിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ചു വരുമ്പം. പിന്നെ ഇവിടെ കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.